വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 23-ാം തിരുവചനം. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാവർക്കും ആവശ്യം വേണ്ട ഒരു ഗുണമാണ് കേൾക്കാൻ ചെവിയുണ്ടാവുക എന്നുള്ളത്. ക്രിസ്തു പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നല്ല, മറിച്ച് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. അതായത് ചെവിയുള്ളവരുടെ ഇടയിൽ വീണ്ടും ഒരു വിഭജനം വരികയാണ്. ചെവിയുള്ളവരും കേൾക്കാൻ ചെവിയുള്ളവരും. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടാവുക എന്നുള്ളത്. ഒത്തിരി സങ്കടങ്ങളിലൂടെ, വേദനകളിലൂടെ, സംഘർഷങ്ങളിലൂടെ, ഹൃദയവ്യഥകളിലൂടെയൊക്കെ ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റും കടന്നു പോകുന്നുണ്ട്. അവരെ കേൾക്കാൻ നല്ല കേൾവിക്കാരനാകുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ എന്ന് ക്രിസ്തുനാഥൻ വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചു വന്ന് അവസാനം പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിച്ച് ഇനി ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല, അച്ഛൻ എന്നെ കേട്ടല്ലോ എന്ന് പറഞ്ഞ് ജീവിതത്തിലേക്ക് കടന്നുപോയ ഒരു വ്യക്തിയെ ഓർക്കുന്നുണ്ട്. തീർച്ചയാണ്, നമ്മൾ കേൾക്കാൻ ചെവിയുള്ളവരായാൽ ഒത്തിരി ആളുകളെ നമ്മൾക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.